സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ രമ്യകം തുടരുന്നു. ഭാഗം 7. ഒറ്റ ശ്വാസത്തിന് റീത്ത പറയുകയും കരയുകയും ചെയ്യുകയാണ് നിർത്താതെ. ഒടുവിൽ അവരുടെ പിടിയിൽ നിന്നും വഴുതി മാറി ഐവി നിന്നു. റീത്ത ഒന്നു നടുങ്ങി. മോളെ, അവരുടെ തൊണ്ടയിൽ കരച്ചിൽ തിങ്ങി. മമ്മി എന്തിനു വന്നു? ഐവി ചോദിച്ചു പതിയെ. എന്തിനു വന്നെന്നോ? എൻ്റെ കുട്ടനെ കൊണ്ടുപോകാൻ. റീത്ത പറഞ്ഞു. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീടോ? ഐവി എടുത്തു ചോദിച്ചു. എൻ്റെ വീട് ഇതാണ്. ഐവി പിന്നിലേക്ക് വിരൽ ചൂണ്ടി. പുറമ്പോക്കിൽ 4 സെൻറ്റ് സ്ഥലം എൻ്റെ അപ്പൻ സ്വന്തം പേരിൽ പട്ടയം വാങ്ങിയെടുത്ത സ്ഥലം. ഈ വീട്ടിൽ കിടന്നാണ് എൻ്റെ അപ്പൻ കൊല്ലപ്പെട്ടത്. ഏത് മുറിയിലാണ് എൻ്റെ അപ്പൻ്റെ ചോര വീണത് എന്നു മാത്രമേ എനിക്കറിയില്ല. ഐവി കൃത്യമായി വെട്ടിത്തിരിഞ്ഞു ജോണിന് നേർക്ക്. എന്നിട്ട് ചോദിച്ചു, പറയൂ, ഏത് മുറിയിലാണ് എൻ്റെ അപ്പൻ്റെ ചോര വീണത്? ജോൺ സ്തബ്ധനായി നിൽക്കുകയാണ്. അത്രയ്ക്ക് അപ്രതീക്ഷിതമായിരുന്നു അവളുടെ ചലനങ്ങളും ചോദ്യങ്ങളും. മോളെ, റീത്ത അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ചെറുപ്പത്തിൻ്റെ അവിവേകത്തിൽ ചെയ്ത ഒരു തെറ്റ്. മോളുടെ അപ്പനെ കൊന്നതിൽ പപ്പായേക്കാൾ ഉത്തരവാദിത്വം മോളുടെ മമ്മിക്ക് ഉണ്ടായിരിക്കണമല്ലോ. അന്യനൊരാൾ പാതിരാത്രിക്ക് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീയുടെ അടുത്ത് എങ്ങനെ എത്തിയെന്നാണ് മോൾ കരുതുന്നത്? അമ്മയും കൂട്ടുനിന്നു. അനാഥയായ മോളെ പൊന്നിലെ പൂ പോലെ വളർത്തും. എത്രയൊക്കെ വിഷമത്തോടെയാണെന്നറിയാമോ എല്ലാം മറച്ചു വെച്ച് ജീവിച്ചത്. ഇനിയും ശിക്ഷിക്കണോ മോളെ? ഓഹോ, ഭാര്യയും ഭർത്താവും ഒന്നായി. കൂടുതൽ പഴി എൻ്റെ അമ്മയ്ക്കും. മറ്റുള്ളവരൊക്കെ പരിശുദ്ധർ. മമ്മിക്ക് എല്ലാം സൗകര്യപൂർവ്വം മറക്കാം. കാരണം കൊല്ലപ്പെട്ടത് മമ്മിയുടെ ആരുമല്ല, പക്ഷേ എൻ്റെ അപ്പനാണ്. എനിക്ക് മറക്കാനാവില്ല. മോളെ, നിന്നെ നെഞ്ചിലടുക്കി താലോലിച്ച കരങ്ങളാണിത്. റീത്ത തൻ്റെ കരങ്ങൾ അവൾക്ക് മുൻപിൽ നീട്ടി. പിന്നെ നെഞ്ചിൽ തൊട്ടു പറഞ്ഞു, ഈ നെഞ്ചിൽ കിടക്കുന്ന മിന്ന് നീ പൊട്ടിച്ചെറിയരുത്. മമ്മിയെ കണ്ടപ്പോഴേ ഞാൻ തീർച്ചയാക്കി. പറയാനുള്ളത് ഇതാണെന്ന് ഐവി പറഞ്ഞു. എനിക്ക് മമ്മിയോട് സ്നേഹമുണ്ട്. ചതിയും വഞ്ചനയുമില്ലാതെ എന്നെ താലോലിച്ച് വളർത്തി. എനിക്കറിയാം. എന്നാലും ഇക്കാര്യം വയ്യ. ഞാനൊരു ശപഥം ചെയ്താണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ ശപഥം നിറവേറ്റിയേ മതിയാവൂ. എന്നിട്ടേ എനിക്ക് തീരുമാനമുള്ളൂ. അപ്പോൾ എൻ്റെ കെട്ടുമെന്ന് നീ പൊട്ടിക്കും അല്ലേ മോളെ? മമ്മി എന്നോട് ക്ഷമിക്കണം. റീത്ത കരഞ്ഞുപോയി. ഐവി, നിനക്കെന്നോട് വെറുപ്പാണെന്നറിയാം. എന്നാലും ഞാൻ ചോദിച്ച 5 മിനിറ്റ് ഈ കാറിൽ കയറിയിരിക്കൂ, ജോൺ ഫ്രാൻസിസ് പറഞ്ഞു. കൊള്ളാം, നല്ല ഐഡിയ, ബുദ്ധിമാൻ. കാറിൽ കയറിയിട്ട് കാർ ലോക്ക് ചെയ്യാം. എന്നെ ബലമായി കൊണ്ടുപോകാൻ, തടവിലിടാൻ, എന്നിട്ട് കൊലക്കയറിൽ നിന്ന് ഊരാൻ. ഐവി കൃത്യയായി. ജോൺ ഒന്ന് നിന്നു. പിന്നെ മന്ദഹസിച്ചു, വേദനയോടെ, വല്ലാത്ത വേദനയോടെ. നിന്റെ ശരീരം ബലമായി പിടിച്ചുകൊണ്ടു പോകാം, തടവിലിടാം. ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ ആളെ കൂട്ടി അത് ചെയ്യിക്കാം. പക്ഷേ മോളെ, ഞാൻ നിന്റെ പപ്പയാണ്. നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടതും നിന്റെ മനസ്സാണ്. എന്നെ അംഗീകരിക്കുന്ന മനസ്സ്. ആ മനസ്സിനെ ബലമായി പിടിച്ചെടുക്കുവാൻ പറ്റുമോ? ജോണിൻ്റെ കണ്ണുകൾ നനഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയണമെന്നുണ്ട്. അതിന് മാത്രമാണ് ഞാൻ വന്നത്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. പറയാനുണ്ടെങ്കിൽ പറയാം. എന്നോടല്ല, പോലീസ് സ്റ്റേഷനിൽ. ഐവി കർശനമായി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ. ജോൺ ഒന്ന് വിറച്ചു. റീത്തയും. റീത്ത ഐവിയെ തുറച്ചു നോക്കിയവിടെ നിന്നുപോയി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഒട്ടും പിന്നോട്ടില്ല. 1 ഇഞ്ച് പോലും. പാല് കൊടുത്ത കൈക്ക് ആഞ്ഞു കൊത്തുന്നോ? താരാട്ടുപാടിയ നാവ് മുറിച്ച് തള്ളുന്നോ? ഒരു കടലോളം സ്നേഹവും വാത്സല്യവും ഒതുക്കി വെച്ച ഹൃദയം വെട്ടിമുറിക്കുന്നോ? നീ എന്താ മോളെ പറഞ്ഞത്? പോലീസ് സ്റ്റേഷനിൽ പറയാനോ? റീത്തയുടെ മുഖം സങ്കടം കൊണ്ട് വിങ്ങിപ്പോയി. ജന്മം തന്നില്ലെങ്കിലും നിന്റെ പപ്പയാണ് ഈ മനുഷ്യൻ. പ്രസവിച്ചില്ലെങ്കിലും നിന്റെ മമ്മിയാണ് ഞാൻ. ആരെങ്കിലും പറഞ്ഞപ്പോഴല്ലാതെ ഒരിക്കലെങ്കിലും നീ സംശയിച്ചിട്ടെങ്കിലും ഉണ്ടോ നിന്നെ ഞാൻ പ്രസവിച്ചതല്ലെന്ന്? പറയൂ. ഇപ്പോഴും ഈ നിമിഷവും നിനക്ക് വേണ്ടി ജീവൻ കളയാനും ഒരുങ്ങി നിൽക്കുന്ന ഈ മനുഷ്യനെ നീ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്നോ? നീ എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന എൻ്റെ മിന്നുചരട് പൊട്ടിക്കുമെന്നോ? ഐവി തറഞ്ഞു നോക്കി നിന്നു. അദ്ദേഹം ഒരു ജഡ്ജിയാണ്, വിധിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ പ്രതിക്കൂട്ടിൽ നിർത്തി നിനക്ക് വിസ്തരിക്കണോ? ശിക്ഷിച്ച് ജയിലിലടയ്ക്കണോ? മോളെ, മമ്മി നിൻ്റെ കാൽക്കൽ വീഴാം. നീ പിന്മാറണം. എന്നോ മരിച്ച ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവരെ നീ കശാപ്പ് ചെയ്യരുത്. ചെയ്യും, ഐവി പറഞ്ഞു. എന്തു പേരിൽ എന്നെ കുറ്റപ്പെടുത്തിയാലും പഴിച്ചാലും ഞാൻ പിന്നോട്ടില്ല. ഇതാണ് എൻ്റെ ശരി. ഈ ശരി ഞാൻ ചെയ്യും. ജീവിക്കണമെന്ന ആശ ഇപ്പോൾ എനിക്കില്ല, തീരെയില്ല. ഒരഡ്രസ്സില്ലാത്ത ഞാൻ എന്തിനു ജീവിക്കണം? ജനിച്ചത് ചെറ്റക്കുടലിൽ, വളർന്നത് സമ്പന്നതയുടെ മടിത്തട്ടിൽ. എൻ്റെ സങ്കടം അതാണ്. സമ്പന്നതയിൽ ഇനി തുടരാൻ വയ്യ, ചെറ്റക്കുടലിലോട്ട് വരാൻ ഒട്ടും വയ്യ. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാത്ത അവസ്ഥ. പക്ഷെ എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെ. ബാക്കി കാര്യം പിന്നെ. അവൾ തുടർന്നു.
മമ്മി ഉൾപ്പെടെ ഈ ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തും, നന്ദി കെട്ടവൾ എന്ന് പറയും. എന്നാലും എൻ്റെ ശരി ഇതാണ്. നന്ദിയോ എന്തിനു മോളെ? നിനക്ക് ആഹാരം തന്നതിനോ? നിന്നെ നെഞ്ചിലടുക്കി കിടത്തിയതിനോ? ജോൺ വിരുമ്പിപ്പോയി. വേണ്ട, എനിക്ക് 5 മിനിറ്റ് വേണ്ട മോളെ. എന്ന് നിന്റെ വാശിക്കും ഇഷ്ടത്തിനും വഴങ്ങി മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. ഞാൻ മാത്രമല്ല, റീത്തയും. ഇപ്പോഴും ഇക്കാര്യത്തിലും നിന്റെ വാശി തന്നെ ജയിക്കട്ടെ മോളെ. പപ്പ തോറ്റിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ പോകണം മോൾ പറയൂ. എനിക്ക് പറയാനുള്ളത് അവിടെയൊക്കെ പറയാം. മോൾ പിന്നോട്ട് പോകണ്ട, തോൽക്കണ്ട, ജയിച്ചോളൂ. എന്നും മോൾ ജയിക്കണം. പപ്പ തോറ്റു തരുന്നു. നിന്നെ ഇത്രയൊക്കെ വിഷമിപ്പിക്കേണ്ടി വന്നല്ലോ. നിന്റെ കണ്ണ് നിറയേണ്ടി വന്നല്ലോ. പപ്പയ്ക്ക് മാപ്പ് തരണം മോളെ. ജോൺ വളരെ ശ്രമപ്പെട്ട് കൺട്രോൾ ചെയ്ത് സങ്കടം ഒതുക്കി പിടിച്ചു. റീത്ത, മോളെ കണ്ടില്ലേ? പോകാം. റീത്ത നടുങ്ങി. പോയാൽ? പോകാം, പോയല്ലേ തീരൂ. മോളെ, ഒരിക്കൽ കൂടി റീത്ത വിളിച്ചു. ഐവി മിണ്ടിയില്ല. ജോൺ പിന്തിരിഞ്ഞു നടന്നു. ഒപ്പം നടക്കാൻ ശ്രമിച്ച റീത്തയ്ക്ക് തോന്നി താൻ വല്ലാതെ തളരുന്നുവെന്ന്. ജോൺ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. മോളെ, ബാങ്കിൽ നിന്നും നീ 1.5 ലക്ഷം രൂപ പിൻവലിച്ചു അല്ലേ? ഉവ്വ്, ആവശ്യമുണ്ടായിരുന്നു. ഐവിയുടെ സ്വരം കനത്തു. വിശദീകരിക്കണ്ട, പപ്പയ്ക്കറിയാം. ആ, മോളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ആ തുക പോരെങ്കിൽ ഇനിയും രൂപയെടുത്തോളൂ. ഞാൻ ബാങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം നീ ഇപ്പോഴും എൻ്റെ മോൾ തന്നെ. ഒരിക്കലും അതിന് മാറ്റമുണ്ടാകില്ല. ജോൺ പിന്നെ ധൃതിയിൽ നീങ്ങി. കാറിൻ്റെ ഡോർ തുറന്നു കിടന്നിരുന്നു. റീത്ത വരാൻ കാത്തിരുന്നു. മെല്ലെ റീത്തയും വന്ന് കയറിയിരുന്നു. റിവ്യൂ മിററിലൂടെ ജോൺ കണ്ടു. കണ്ണു തുടയ്ക്കുന്ന ഐവിയെ, വിതുമ്പുന്ന ഐവിയെ. തിരിഞ്ഞു നോക്കിയില്ല. അവൾ വാശിക്കാരിയാണ്, വല്ലാത്ത ശാഠ്യക്കാരി. അവൾ ജയിക്കട്ടെ, പപ്പ തോറ്റുകൊടുക്കാം. കാർ നീങ്ങി. ആ കാർ നീങ്ങിക്കഴിഞ്ഞപ്പോൾ ജോയിയും റോസ്ലിയും ത്രേസ്യാമ്മയും ഐവിയുടെ അടുത്തെത്തി. റോസ്ലി ചോദിച്ചു, എത്ര സ്നേഹമുള്ളവർ! ചേച്ചിയോട് അവർക്ക് എന്ത് സ്നേഹം! ചേച്ചി എന്താ പിണങ്ങിപ്പോകുന്നതാണോ? അവർ കരഞ്ഞല്ലോ. ഐവി മിണ്ടിയില്ല. അവരുടെ മകളായി ജീവിക്കാൻ ചേച്ചിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. കാറും ബംഗ്ലാവും ഇഷ്ടം പോലെ പണവും. റോസ്ലിയുടെ സ്വരത്തിൽ ഐവിയോട് അസൂയ. വഴിയിൽ വീണ്ടും കാറിൻ്റെ സ്വരം. അവർ തിരിച്ചു വന്നോ? ഇല്ല, തോമസ് ടാക്സിയുമായി വന്നതാണ്. ഐവി ധൃതിയിൽ തൻ്റെ ബാഗെടുത്ത് കാറിനുള്ളിൽ കയറിയിരുന്നു. തോമസ് മുൻസീറ്റിൽ. കാർ വീണ്ടും നീങ്ങി. ആ കാർ പോലീസ് ക്വാർട്ടേഴ്സിനെ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ ജോൺ ഫ്രാൻസിസ് തൻ്റെ കാർ കോണാട്ടുകര പള്ളിക്കടുത്ത് നിർത്തി. എന്തിനാണിവിടെ വീണ്ടും? റീത്ത സങ്കടപ്പെട്ടു. നമുക്ക് ഇവിടെ നിന്ന് എത്രയും വേഗത്തിൽ പോകണം. പോകാം, പക്ഷേ എനിക്ക് ഫാദറിനെ ഒന്ന് കാണണം. ഇടവകപ്പള്ളിയല്ലേ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കണം? റീത്ത എടുത്തു ചോദിച്ചു. അതേ റീത്ത, കുമ്പസാര രഹസ്യം ഒരിക്കലും അച്ഛന്മാർ പുറത്താക്കില്ലെന്നറിയാം. എന്നിട്ടും ഈ 18 വർഷം ഞാൻ ഭയന്നു. കുമ്പസാരിക്കാതെ ആ പാപഭാരം നെഞ്ചിനുള്ളിൽ സൂക്ഷിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും അറിയാൻ പോകുമല്ലേ സെഷൻസ് ജഡ്ജി ജോൺ ഫ്രാൻസിസ് ഒന്നാന്തരം ഒരു കൊലപാതകിയാണെന്ന്. ജോണിച്ച, റീത്തയ്ക്ക് കരച്ചിൽ വന്നു. അതിനു മുമ്പ് തെറ്റ് ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് ആദ്യം ആശ്വാസം കൊള്ളണം. കുമ്പസാരക്കൂട്ടിൽ നിന്നും പ്രതിക്കൂട്ടിലേക്ക്. ഞാൻ എന്ത് ചെയ്യണം ജോണിച്ച? എങ്ങോട്ട് പോകണം? എനിക്ക് ആരുണ്ട്? എന്താ അതേക്കുറിച്ചൊന്നും പറയാത്തത്? റീത്തയ്ക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആരുമില്ലാത്തവർക്ക് വേണ്ടിയാണ് ദൈവം ഉള്ളത്, ജോൺ പറഞ്ഞു. ആ ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും റീത്ത. ജോൺ പള്ളിയുടെ മുകളിലേക്ക് നോക്കി. ഉയർത്തെഴുന്നേറ്റ് വരുന്ന പിതാവ് കൈ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു. വലിയ കുരിശ് അതിനും മുകളിലുണ്ട്. പിതാവേ, കണ്ണുകൾ തുളുമ്പി. ജോൺ ഫ്രാൻസിസ് മെല്ലെ നടന്നു. ആദ്യ കുർബാന കഴിഞ്ഞ ആൾക്കാർ പിരിയാറായിരിക്കുന്നു. ജോൺ അവർക്കിടയിലിരുന്നു. കുരിശു വരച്ചു. മനസ്സ് പ്രാർത്ഥനാനിരതമായി. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ റീത്തയും മുട്ടുകുത്തി. സാരിത്തുമ്പ് തലയിലൂടെ വലിച്ചിട്ടിരുന്നു. അവരുടെ കണ്ണുകൾ തുളുമ്പി ഒഴുകിയിരുന്നു. 10-18 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്നപ്പോൾ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെയും ഇവിടെ മുട്ടുകുത്തിയിരുന്ന് തോർത്തു. അന്നൊക്കെ പ്രതീക്ഷ വിട്ടുപോയിരുന്നില്ലെങ്കിലും പ്രാർത്ഥിച്ചിരുന്നു എപ്പോഴും. പിതാവേ, എനിക്കൊരു കുഞ്ഞിനെ വേണം. ആണോ പെണ്ണോ ആകട്ടെ, ഒരു കുഞ്ഞിനെ വേണം. ഒടുവിലൊരു കുഞ്ഞിനെ കിട്ടി. പ്രസവിച്ചതല്ല എന്ന് കരുതാൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും സ്നേഹിച്ചു പോയി. പിതാവേ, ഞാനിപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്. അവളിപ്പോൾ എൻ്റെ കുഞ്ഞാണോ പിതാവേ? ഞാൻ പ്രസവിച്ച കുഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ കണ്ണീരിൽ ആ മനം അലിയുകയില്ലായിരുന്നോ? ജോണിച്ചൻ ജന്മം കൊടുത്ത കുഞ്ഞായിരുന്നെങ്കിൽ ആ യാചന അവൾ കേൾക്കില്ലായിരുന്നോ? 18 വർഷം ഞങ്ങളുടെ മനസ്സും ആത്മാവും ഒക്കെ അലിയിച്ചലിയിച്ചു കൊടുത്തു വളർത്തിയെടുത്തിയ കുഞ്ഞു തന്നെയാണോ പിതാവേ അവൾ? 18 വർഷമായിട്ട് ഞാൻ ചോദിക്കാതിരുന്ന ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കുഞ്ഞിനെ തരാതിരുന്നത് എന്തിന്? അത്രയ്ക്ക് പാപം ചെയ്തവരാണോ ഞങ്ങൾ?
ഇന്ന് ഞങ്ങൾ ഒഴുക്കുന്ന കണ്ണീർ കാണാനും അതൊന്ന് തുടച്ചു തരാനും ഒരു മനുഷ്യജീവിയെ തരാഞ്ഞതെന്ത്? റീത്തയ്ക്കൊന്ന് വിങ്ങിപ്പൊട്ടി കരയാൻ തോന്നി. ആ തിരുസന്നിധിയിൽ നീണ്ടു നിവർന്ന് കിടന്ന് ഒന്ന് കരയണം, കുറേ കണ്ണുനീരൊഴുക്കണം. പക്ഷേ ചുറ്റും ആളുകൾ. അതുകൊണ്ട് തന്നെ അടക്കാൻ വല്ലാതെ പാടുപെട്ടു. പ്രാർത്ഥിക്കുന്നവരിടയിൽ ജോൺ ഫ്രാൻസിസിനെയും റീത്തയെയും കണ്ടതോടെ കപ്പ്യാർ കുര്യച്ചന് വീണ്ടും ഭയമായി. എന്താണ് ഉദ്ദേശം? വലിയ ജഡ്ജിയാണ്, എന്താ ചെയ്യാൻ വയ്യാത്തത്? കല്ലറ ഇളക്കിയതറിഞ്ഞു വന്നതാണോ? അല്ലെങ്കിൽ പിന്നെ ഈ പുലരും മുമ്പ് ഇവിടെ എത്തുമോ? ഒരിക്കലും പതിവില്ലാത്തതുപോലെ. ഓ, എങ്ങനെ അറിയാൻ? ഇന്ന് വെളുപ്പിനെയല്ലേ ആ സ്ലാബ് ഉയർത്തിയത്? പെട്ടെന്നൊരു ചോദ്യം കപ്പ്യാരുടെ തലച്ചോറിലെത്തി. കല്ലറയിൽ കണ്ട ചെറിയാൻ്റെ അവശിഷ്ടവുമായി ജഡ്ജി അദ്ദേഹത്തിന് വല്ല ബന്ധവുമുണ്ടോ? കുർബാന കഴിഞ്ഞ് ആൾക്കാർ പതിയെ പിരിഞ്ഞു. അത്യാവശ്യക്കാരൊക്കെ അച്ഛനെ പൊതിഞ്ഞു നിന്നു. ജോൺ കാത്തു നിന്നു, തിരക്ക് കുറിയട്ടെ. ധൃതിയിൽ എങ്ങോട്ടും പോകാനില്ലല്ലോ. കപ്പ്യാർ കുര്യച്ചൻ അതോടെ വീണ്ടും ഭയമായി. എന്താ പോകാതെ നിൽക്കുന്നത്? എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ജോൺ മെല്ലെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ശ്രദ്ധിച്ചു നോക്കി പറഞ്ഞു. മനസ്സിലായില്ലല്ലോ. ഞാൻ ഈ ഇടവകക്കാരനാണ് അച്ചോ. ഈ ഇടവകക്കാരെയൊക്കെ ഞാൻ അറിയുമല്ലോ. അച്ഛൻ പുഞ്ചിരിച്ചു. ഞാൻ കുളത്തിങ്കിലെയാണ്. കുളത്തിങ്കിലെ? എന്നിട്ടും അച്ഛൻ സംശയിച്ചു. കാരണം അച്ഛൻ ഇവിടെ എത്തിയിട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ. ജോൺ പോകുമ്പോൾ ഫാദർ ആൻ്റണി പുല്ലാന്തറയായിരുന്നു വികാരിയച്ഛൻ. അദ്ദേഹം പെട്ടെന്ന് കാലം ചെയ്തു, ഹൃദയസ്തംഭനം. പിന്നെയാണ് ഈ അച്ഛൻ എത്തിയത്, ഫാദർ സേവ്യർ തോമസ്. ജോൺ സ്വയം പരിചയപ്പെടുത്തി, കാര്യം പറഞ്ഞു. ഫാദർ, ഒന്ന് കുമ്പസാരിക്കണം. അത് ഈ ഇടവകയിൽ തന്നെ വേണമെന്ന് മനസ്സ് പറയുന്നു. അതിനെന്താ, വന്നോളൂ. ഫാദർ കുമ്പസാരക്കുപ്പായമിട്ട് കുമ്പസാരക്കൂട്ടിനകത്തിരുന്നു. ജോൺ ഇപ്പുറത്തിരുന്നു. 18 വർഷമായി നെഞ്ചിൽ സൂക്ഷിച്ചിരുന്ന രഹസ്യങ്ങളുടെ ഭാണ്ഡം തുറന്നു. എല്ലാം. അപ്പോൾ ആ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആ കല്ലറയ്ക്കുള്ളിൽ ഇപ്പോഴും കാണുമല്ലോ അല്ലേ? അച്ഛൻ ചോദിച്ചു. ഉവ്വച്ചോ, ഉണ്ടാകും. അച്ഛൻ ജോണിനെ അനുഗ്രഹിച്ച് പാപവിമോചിതനാക്കി എഴുന്നേൽപ്പിച്ചു. എന്തെന്നില്ലാത്ത ഒരാശ്വാസം തോന്നി. ഒരുപക്ഷെ ഒരാളോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞതിൻ്റെ ആശ്വാസമാകാം. അപ്പോഴും പിതാവിന് മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് കണ്ണീരൊഴുക്കുന്ന റീത്തയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ജോൺ സാവധാനം നടന്നു ചെന്ന് കാറിൽ കയറി. ആ കാർ സാവധാനം നീങ്ങി. അതിനു മുമ്പ് തന്നെ ഐവിയും തോമസും കയറിയ കാർ എസ്.ഐ. ചന്ദ്രമോഹൻ്റെ ക്വാർട്ടേഴ്സിന് മുമ്പിൽ നിന്നിരുന്നു. തോമസിനെ കാറിലെത്തി ഐവി തന്നെയാണ് ചെന്നത്. ഹലോ ഐവി ചെറിയാൻ. എസ്.ഐ. ചന്ദ്രമോഹൻ ഒന്നും അറിയാത്ത പാവത്തിൽ അവളെ സ്വീകരിച്ചു. 48 മണിക്കൂർ ആയിട്ടില്ലല്ലോ, ചന്ദ്രമോഹൻ പറഞ്ഞു. ആയിട്ടില്ല സാർ, ഈ പകൽ കൂടി ഞാൻ ഫ്രീ ആണെന്നറിയാം, ഐവി പറഞ്ഞു. അവൾ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത് അത്രയും ഉത്സാഹവതിയല്ലെന്ന് എസ്.ഐ. കണ്ടെത്തി. മുഖം വല്ലാതെ വാടിയിരിക്കുന്നു എന്നും കണ്ടു. ഞാനൊരു പരാതി തരാൻ വന്നതാണ് സാർ, അവൾ പറഞ്ഞു. ഐവി ഇരിക്കൂ. എസ്.ഐ. ക്ഷണിച്ചു. അവൾ ഇരുന്നു. ഫാദറിനെ കൊന്നെന്നോ എന്തോ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടം വരെ എത്തി. ചന്ദ്രമോഹൻ ഒന്നും അറിയാത്ത മട്ട് നടിച്ചു. കുറച്ച് വിവരങ്ങൾ കിട്ടി സാർ, ഇതാ എല്ലാം പരാതിയിലുണ്ട്. ഐവി ബാഗിൽ നിന്നും ഒരു കവർ എടുത്ത് നീട്ടി. എസ്.ഐ. അത് വായിച്ചു നോക്കി. അസ്ഥികൂടമോ? പള്ളി സെമിത്തേരിയിലെ കല്ലറയിലോ? ഐവി എങ്ങനെ കണ്ടു? ഞാൻ കണ്ടില്ല സാർ. പിന്നെ എങ്ങനെ അതിനുള്ളിൽ അസ്ഥികൂടം ഉണ്ടെന്നറിഞ്ഞു? അതിനുള്ളിലായിരിക്കും സാർ. ഐവി പരിങ്ങലിലായി. ആയിരിക്കും എന്നല്ലല്ലോ, ആണ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്. എസ്.ഐ. ഗൗരവപ്പെട്ടു. അത് സാർ, അവിടെ ഒന്ന് പരിശോധിച്ചാൽ ഉണ്ടോ എന്ന് തീർച്ചപ്പെടുത്താമല്ലോ. പരിശോധിക്കണോ വേണമോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആദ്യമായി ഈ കേസ് ഒന്ന് പഠിക്കട്ടെ. ഈ പറയുന്ന ചെറിയാനും ഇതിൽ പറയുന്ന ആനിയമ്മയുമൊക്കെ ഈ ലോകത്തു നിന്ന് മറിഞ്ഞിട്ട് 2 ദശാബ്ദമാകാൻ പോകുന്നല്ലോ. അന്വേഷണം എളുപ്പമാകില്ലല്ലോ. വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ട് കല്ലറ പരിശോധിക്കാം. എന്താ സാർ? എനിക്ക് സാർ അനുവദിച്ചിരിക്കുന്നത് 48 മണിക്കൂറാണല്ലോ. ഞാൻ അനുവദിച്ച സമയമാണത്. അതിനുശേഷവും ഐവി ജീവനോടെ ഉണ്ടല്ലോ. പിന്നെന്താ? ജീവനോടെ ഉണ്ടാകുമെന്ന് എന്താ ഉറപ്പ് സാർ? ഐവി ചോദിച്ചു. എന്ന് വെച്ചാൽ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ആരെയാ മരണം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കറിയാം? എനിക്കിന്ന് പകൽ തന്നെ ആ കല്ലറ പരിശോധിച്ച് കണ്ടാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. എനിക്ക് അനുവദിച്ച സമയം തീരും മുമ്പ്. അതുകൊണ്ടാണ്. ഐവി പൊടുന്നനെ തുടരാതെ ഒരു നടുക്കത്തോടെ എണീറ്റു. കാരണം വാതിൽക്കൽ ഫ്രിഞ്ചിയുടെ ഫാദർ, DYSP കടുവ ഫെർണാണ്ടസ്. ഐവി ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഫെർണാണ്ടസിനെ. മറ്റെന്തൊക്കെ പോട്ടെ എന്ന് വെച്ചാലും ഈ മനുഷ്യൻ ഫ്രിഞ്ചിയുടെ ഡാഡിയാണ്. കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. പെട്ടെന്ന് അവൾ ഓർത്തു, എന്തിന്? ഫ്രിഞ്ചിയെ തന്നെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ പിന്നെ ഡാഡിയെ പൂജിക്കണോ? ഐവി എണീറ്റതറിയാതെ ഇരുന്നു നിസ്സംഗത നടിച്ചു.
എസ് ഐ ചന്ദ്രമോഹൻ സല്യൂട്ട് അടിച്ചു. പരിചയപ്പെടുത്തും പോലെ എസ് ഐ ഐവിയെ ചൂണ്ടി പറഞ്ഞു. സർ, ഈ കുട്ടി അറിയാം, ഫെർണാണ്ടസ് പറഞ്ഞു. ഐവി ജോൺ ഫ്രാൻസിസ്, സെഷൻസ് ജഡ്ജിയുടെ മകൾ. കാണാതെ പോയെന്ന് പരാതി കിട്ടിയിരുന്നല്ലോ. ഞാൻ സെഷൻസ് ജഡ്ജിയുടെ മകളല്ല, പെട്ടെന്ന് ഐവി പറഞ്ഞു. ഞാൻ ആ മനുഷ്യൻ്റെ മകളല്ല എന്ന് പറഞ്ഞ ഒരേ ഒരാൾ ഞാനാണ്. ഫെർണാണ്ടസ് അപ്പോഴും ഇടയിൽ കടന്നു. ഐവി അത് വിശ്വസിച്ചു. എങ്കിൽ ഞാൻ തന്നെ പറയുന്നു, ഐവി ജോൺ ഫ്രാൻസിസിൻ്റെ മകളാണ്. എന്താ, വിശ്വസിക്കാമോ? ഐവി ചിരിച്ചു പുച്ഛത്തിൽ. ഫെർണാണ്ടസ് ക്വാർട്ടേഴ്സിൽ വന്നിട്ട് വളരെ സമയമായി. ഐവിയെ സംബന്ധിച്ചതും ചെറിയാൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ചതുമായ എല്ലാ സത്യങ്ങളും എസ് ഐയെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ അവശിഷ്ടത്തിൽ നിന്നും മരിച്ചതാ ചെറിയാനാണെന്ന് സ്ഥിരീകരിച്ചാൽ പോലും സംഭവത്തിന് ദൃക്സാക്ഷി ഇല്ലല്ലോ സാർ. സാർ പോലും സംഭവം കണ്ടിട്ടില്ല. ചെറിയാൻ്റെ ഭാര്യയായിരുന്നു ഒരു ദൃക്സാക്ഷി. അവർ മരിക്കുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ജഡ്ജി സ്വയം കുറ്റമേറ്റാൽ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. ജഡ്ജി ഏൽക്കാതിരുന്നാൽ യാതൊരു തരത്തിലും തെളിയിക്കാനാവാത്ത കേസ്. പിന്നെ എന്തിനു ഭയപ്പെടണം എന്നാണ് എസ് ഐയുടെ വാദം. എന്നാലും പ്രശ്നമാണ് ചന്ദ്രമോഹൻ. ശിക്ഷിച്ചില്ലെങ്കിൽ പോലും അവമാനിക്കപ്പെടുമല്ലോ, ഫെർണാണ്ടസ് പറഞ്ഞു. അവശിഷ്ടം എടുക്കൽ, പരിശോധിക്കൽ, പിന്നെ ഐവിയുടെ പരാതി. പ്രതി ഒരു ജഡ്ജി കൂടിയാകുമ്പോൾ പത്രക്കാർ വെറുതെ ഇരിക്കുമോ? അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഏറ്റവും നയപരമായി ഇതിനെ നേരിടണമെന്ന്. ആ കുട്ടിയെക്കൊണ്ട് തന്നെ അതിന് തീർപ്പുണ്ടാക്കിക്കണം. കേസ് നീങ്ങരുത്, ഫയൽ ചെയ്യരുത്. അതാണ് ആവശ്യം. ഞാൻ കഴിയുന്നത്ര ശ്രമിക്കാം സാർ. ആ ഉറപ്പിന്മേൽ ഫെർണാണ്ടസ് അപ്പുറത്തെ മുറിയിൽ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എത്തിയ മട്ടിൽ ഫെർണാണ്ടസ് എത്തിയതും ഐവിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. എന്താ കുട്ടി മിണ്ടാത്തത്? ജോണിൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചോ? എങ്കിൽ പിന്നെ ജോണിൻ്റെ മകളല്ല എന്ന് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചത് എന്തിന്? സാർ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാനത് വിശ്വസിച്ചത്. സത്യമറിയാൻ ഞാൻ മമ്മിയോട് നേരിട്ട് ചോദിച്ചു, പപ്പായോടും ചോദിച്ചു. ഇരുവരും അത് സത്യമാണെന്ന് തുറന്നു സമ്മതിച്ചു. അതിലപ്പുറം ഒരു സത്യമെന്ത്? ഐവി ചോദിച്ചു. ഫെർണാണ്ടസിന് ഉത്തരം മുട്ടി. ശരിയാണ്, ഐവി ചെറിയാൻ്റെ മകളാണ്. പക്ഷേ 2.5 വയസ്സ് മുതൽ താലോലിച്ച് വളർത്തിയ ഒരു മനുഷ്യൻ പിതാവല്ലാതാകുമോ? ജന്മം തരുന്നവൻ മാത്രമല്ല പിതാവ്, അതറിയാമോ? അറിയാം. പക്ഷേ ജന്മം തന്നവനെ ഇല്ലാതാക്കിയിട്ട് ജീവിതം പിടിച്ചെടുത്തിയാൽ പിതാവാകുമോ? തെറ്റുകൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല കുട്ടി, അബദ്ധം പറ്റിയതല്ലേ. പാതിരാത്രിക്ക് സ്വന്തം ഭാര്യയെ വീട്ടിലുറക്കിയിട്ട് അന്യൊരുത്തിയുടെ മുറിയിൽ കയറുന്നത് മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റല്ലേ. രാത്രിയിൽ ഭർത്താവില്ലാത്ത സമയം നോക്കി ഒരുവളെ സമീപിക്കുന്നവന് തീർച്ചയായും കണക്കുകൂട്ടലുകൾ ഉണ്ടാകാം. ഭർത്താവ് വന്നാൽ എന്തു ചെയ്യണമെന്ന് ആ കണക്കുകൂട്ടലുകൾ ഒരിക്കൽ നടന്നു. അത് അബദ്ധം പറ്റിയതാണല്ലേ. ഫെർണാണ്ടസിന് വീണ്ടും ഉത്തരം മുട്ടി. അദ്ദേഹം മറ്റൊരു വശം പറഞ്ഞു. ഐവി, അബദ്ധമാണെങ്കിലും മനഃപൂർവ്വമാണെങ്കിലും ഒരു സത്യം മനസ്സിലാക്കണം. എൻ്റെ മോൻ നിന്നെ കാണാതായതു മുതൽ എത്ര വിഷമിക്കുന്നു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഐവിയിൽ പെട്ടെന്നൊരു തേക്കം പൊട്ടി. കുട്ടി തിരിച്ചു വരണം. റീത്തയും ജോണും എത്ര വിഷമിക്കുന്നു എന്നറിയാമോ? ഞാൻ കണ്ടു അവരെ. പെട്ടെന്ന് വൃദ്ധരായിരിക്കുന്നു, തളർന്നിരിക്കുന്നു. ഐവി അല്പം മുമ്പ് കണ്ടതല്ലേ. അവരിലെ ക്ഷീണവും തളർച്ചയും കണ്ണീരും കണ്ടറിഞ്ഞതല്ലേ. അവർക്ക് മറ്റാരുമില്ല. മകളായിട്ടല്ല, മകളെപ്പോലെ അവിടെ കഴിയണം. കുട്ടി ഈ കേസിൽ നിന്നും പിൻവാങ്ങണം. ജോണിനെ സ്വതന്ത്രനാക്കണം. മാത്രമല്ല, എൻ്റെ തീരുമാനത്തിൽ നിന്നും ഞാനും പിന്മാറുന്നു. എൻ്റെ മകനുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിത്തരാം. പോരെ? ഭയമുണ്ടല്ലേ? എന്തിന്? കൂട്ടുപ്രതിയല്ലേ. ജഡ്ജിയോടൊപ്പം DYSPയും ശിക്ഷിക്കപ്പെട്ടാലോ? ഇല്ല, ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? ഞാൻ ആ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ കൂട്ടുനിന്നിരുന്നു. ഇത്രയും നാൾ മറച്ചു വെച്ചു. ശരി തന്നെ. പക്ഷേ ഞാനല്ലാതെ മറ്റാരും അതിന് ദൃക്സാക്ഷിയില്ല. ഞാൻ നിഷേധിച്ചാൽ അത് തെളിയിക്കപ്പെടാൻ പോകുന്നില്ല. എന്നെ ശിക്ഷിക്കാനും. ഫെർണാണ്ടസ് ചിരിച്ചു. തെളിയിക്കും, ഞാൻ തെളിയിക്കും, ഐവി പറഞ്ഞു. എങ്ങനെ? ഇങ്ങനെ കേട്ടോളൂ. ഐവി പെട്ടെന്ന് ബാഗ് തുറന്ന് ചെറിയ ഒരു ടേപ്പ് റെക്കോർഡർ എടുത്തു. അത് ഓഫാക്കി റിവൈൻഡ് ചെയ്തു. പിന്നെ പ്ലേ ചെയ്തു. ഫെർണാണ്ടസ് വ്യക്തമായി കേട്ടു. ഞാൻ ആ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ കൂട്ടുനിന്നിരുന്നു. ഇപ്പോൾ പറഞ്ഞത് പൂർത്തിയാക്കിയ വാചകം. ഫെർണാണ്ടസ് നടുങ്ങിപ്പോയി. SI ചന്ദ്രമോഹൻ ഐവിയെ സാഗൂതം നോക്കി. പെണ്ണാള് തരക്കേടില്ലല്ലോ. നിയമം പഠിച്ചില്ലെങ്കിലും ഒരു നിയമജ്ഞൻ്റെ കൂടെ വളർന്നവളാണ് ഞാൻ, ഐവി പതിയെ പറഞ്ഞു. ആ നിയമജ്ഞനെ പിടികൂടാൻ എനിക്ക് 2 ആയുധങ്ങൾ അവിടെ നിന്ന് തന്നെ കിട്ടി. നിയമത്തിൻ്റെ പഴുതുകൾ, പിന്നെ പണവും. ഈ ആയുധങ്ങൾ കൊണ്ട് ഞാൻ ആ മനുഷ്യനെ പിടികൂടും. എന്തിനു വേണ്ടി? എന്ത് ലാഭത്തിനു വേണ്ടി? ഫെർണാണ്ടസ് ചോദിച്ചു. എല്ലാവർക്കും പറയാം എന്നോ മരിച്ചുപോയ ഒരാളെന്ന്. പക്ഷേ എനിക്കത് എന്നോ മരിച്ചുപോയ ഒരാളല്ല. എൻ്റെ അപ്പനാണ്. ജീവിച്ചിരുന്നെങ്കിൽ ഒരു ലോറി ഡ്രൈവറുടെ എല്ലാ പരിമിതിക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള സ്നേഹവും പരിചരണവും എനിക്ക് തരുമായിരുന്ന എൻ്റെ അപ്പൻ. അത് നിഷേധിക്കപ്പെട്ടിട്ട് ഒരുപാട് പൊന്നും തേനും എനിക്ക് ആര് തന്നിട്ടെന്താ? അവരൊക്കെ എൻ്റെ അപ്പനാകുമോ?
നീ നീ ഫ്രിഞ്ചിയെയും മറന്നോ? ഫെർണാണ്ടസ് ചോദിച്ചു പോയി. മറന്നു. ഞാൻ ഫ്രിഞ്ചിക്ക് ഒട്ടും ചേർന്നവളല്ലെന്ന് ആദ്യമായി പറഞ്ഞത് സാറാണ്. ആ നിമിഷം മുതൽ ഞാൻ ഫ്രിഞ്ചിയെ മറക്കാൻ തുടങ്ങി. അരുതെന്ന് ആരെങ്കിലും വിലക്കിയാൽ തീരുന്ന സ്നേഹമേ നിനക്കുണ്ടായിരുന്നല്ലോ. ആ അതെ, അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞതും അവൾ വിതുമ്പിപ്പോയി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എങ്കിലും അവൾ ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു. ഫെർണാണ്ടസ് അവളുടെ ആ തൻ്റെ ഇടത്തിൽ അന്തം വിട്ടിരുന്നു. മാത്രമല്ല, ഞാൻ കാരണം ഫ്രിഞ്ചിക്ക് സ്വന്തം ഡാഡി നഷ്ടപ്പെടരുതെന്നും ആഗ്രഹിച്ചു. അവൾ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞല്ലോ. വൈകിപ്പോയി സാർ. അന്നത് പറയാതിരിക്കാമായിരുന്നുവെന്നോ സാർ കാരണം എൻ്റെ ജീവിതം തകർന്നുവെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പകരം സാർ എന്നെ രക്ഷിച്ചു, സത്യം മനസ്സിലാക്കാൻ സഹായിച്ചു. സാറിനോട് എനിക്ക് നന്ദിയുണ്ട്. സാറിന് വെൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു മരുമകൾ തന്നെ വന്നു ചേരട്ടെ. ഐവി മുഖം തിരിച്ചു. ആശംസ കൊള്ളാം, വെൽ ബാക്ക്ഗ്രൗണ്ടുള്ള മരുമകൾ. പക്ഷേ ഐവി ആശംസിച്ചതുകൊണ്ടോ ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടോ മാത്രം സാധിക്കാവുന്ന ഒന്നല്ലല്ലോ അത്. ഐവിക്ക് വല്ലാത്ത ഭാവം. എൻ്റെ മകനും കൂടി അത് തോന്നണമല്ലോ. ഐവിയുടെ കണ്ണുകൾ വീണ്ടും തുളുമ്പി. എൻ്റെ മകനോട് ഞാനൊരു വാക്കു പറഞ്ഞിട്ടുണ്ട്, ഫെർണാണ്ടസ് തുടർന്നു. ഈ ലോകത്തിൽ എവിടെയായിരുന്നാലും കുട്ടിയെ 3 ദിവസത്തിനുള്ളിൽ അവൻ്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുമെന്ന്. ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ജീവനോടെ, മരിച്ചിട്ടുണ്ടെങ്കിൽ ശവം. നാളെയാണ് 3-ാം ദിവസം. ഐവി ഞെട്ടി കണ്ണുമിഴിച്ചു. ഒരു DYSP മകന് ഇതിൽ കൂടുതൽ എന്ത് വാഗ്ദാനം നൽകാം? ഉറക്കെ പറഞ്ഞു ഫെർണാണ്ടസ് ചിരിച്ചു. നാളെ 3-ാം ദിവസം, ഐവി സ്വയം പറഞ്ഞു. നാളെ ഫ്രിഞ്ചിയുടെ മുന്നിൽ എന്നെ ഹാജരാക്കും. ഷുവർ, ഫെർണാണ്ടസ് പറഞ്ഞു. ജീവനോടെയോ അല്ലാതെയോ? അവൾ ചോദിച്ചു. എങ്ങനെയായിരുന്നാലും. ഐവി ചിരിച്ചു. ചിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് ആഴമേറിയ ദുഃഖമുണ്ടെന്ന് ഫെർണാണ്ടസ് കണ്ടു. കണ്ണുകളിൽ ഒരു ദൃഢനിശ്ചയമുണ്ടെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നടുക്കം അനുഭവപ്പെട്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജാഗ്രതയുള്ള മനസ്സുകൊണ്ട് അവളെ നോക്കിയപ്പോൾ അപകടം കണ്ടു. ജീവനോടെയോ അല്ലാതെയോ എന്ന് എടുത്തുള്ള അവളുടെ ചോദ്യം. ശരി, സാറിൻ്റെ ഈ ആവശ്യമെങ്കിലും ഞാൻ സാധിച്ചു തരും, ഐവി ദൃഢമായി പറഞ്ഞു. അപ്പോഴും ഫെർണാണ്ടസ് അപകട സൂചന കണ്ടു. ജോണിൻ്റെ അടുത്തേക്ക് പോകാൻ സമ്മതമല്ല അവൾക്ക്. ഫ്രിഞ്ചിയുടെ അടുത്തേക്ക് പോകാൻ സമ്മതമാണ്. എങ്ങനെ? ജീവനോടെയോ അല്ലാതെയോ? എന്തോ ദൃഢമായ തീരുമാനം അവൾക്കുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലും ആ തീരുമാനമുണ്ട്. തൻ്റെയുടെ ഇത്തിരി കൂടുതലാണ്. പെണ്ണിനെ സൂക്ഷിക്കണം. ശരി, ഫെർണാണ്ടസ് തലകുലുക്കി. ഇനി നിനക്ക് നിൻ്റെ തീരുമാനങ്ങളുമായി മുൻപോട്ട് പോകാം. ഐവി SI ചന്ദ്രമോഹന് നേരെ തിരിഞ്ഞു. SI ഫെർണാണ്ടസിനോട് പറഞ്ഞു. സാർ, ഇതിൽ പറയുന്ന കല്ലറിയൊന്ന് പരിശോധിച്ചിട്ട് കേസ് ഫയൽ ചെയ്താൽ പോരെ എന്നാണ് എൻ്റെ സംശയം. ശരിയാണ്, അതൊരു ഐഡിയ ആണ്, ഫെർണാണ്ടസ് പറഞ്ഞു. ഇനി ഞാൻ വിലക്കുന്നില്ല. കേസ് മുൻപോട്ട് തന്നെ പോകട്ടെ. എവിടെ വരെ എത്തുമെന്ന് അറിയണമല്ലോ. തെളിഞ്ഞാൽ, തെളിവോടുകൂടി പ്രതിയെ പിടിച്ചാൽ ചന്ദ്രമോഹന് അതൊരു ക്രെഡിറ്റ് ആയിരിക്കും. തൊപ്പിയിൽ ഒരു തൂവൽ. എന്താ? ശ്രമിക്കാം സാർ. സാറ് കൂടി വന്നിരുന്നെങ്കിൽ. വരാം, വണ്ടി ഇറക്കിക്കോളൂ. SI ഉഷാറായി. 4-5 കോൺസ്റ്റബിൾമാരെയും വിളിച്ച് മഫ്റ്റിയിലായിരുന്നു ഫെർണാണ്ടസ്. അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇടപെടേണ്ടുന്ന കാര്യമല്ലല്ലോ. പോലീസ് ജീപ്പ് പള്ളിയുടെ അരമനയ്ക്ക് മുന്നിൽ നിന്നു. ഫാദർ സേവ്യർ തോമസ് അമ്പരപ്പോടെ അവരെ സ്വീകരിച്ചു. അവർക്ക് പിന്നാലെ തന്നെ ഐവിയും തോമസും കയറിയ ടാക്സിയും വന്നു നിന്നിരുന്നു. SI ചന്ദ്രമോഹൻ കാര്യം പറഞ്ഞു. വല്ലാത്തൊരു നടുക്കം തോന്നി അച്ഛന്. എന്താണിത്? വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകം. രാവിലെ അതുമായി ബന്ധപ്പെട്ട ഒരാൾ ഇവിടെ എത്തി. ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് കുമ്പസാരിച്ചു. താനത് രഹസ്യമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. അവർ പോയി കഴിഞ്ഞ പാടെ കുളത്തുങ്കലെ കല്ലറയ്ക്ക് മുൻപിൽ ചെന്ന് നിന്ന് നോക്കുകയും ചെയ്തു. ഇതാ തൊട്ടു പിന്നാലെ തന്നെ കല്ലറ തുറക്കാൻ പോലീസ് എത്തിയിരിക്കുന്നു. എന്താണിത്? പക്ഷെ പോലീസാണ് ആവശ്യപ്പെടുന്നത്. തുറക്കാതിരിക്കാൻ പറ്റില്ല. അച്ഛൻ കപ്പ്യാരെ വിളിപ്പിച്ചു. കുര്യച്ചനാകെ ഭയന്നും തളർന്നുമാണ് എത്തിയത്. SI ചന്ദ്രമോഹൻ അയാളെ ഒന്ന് തറപ്പിച്ച് നോക്കി. കുര്യച്ചൻ രജിസ്റ്റർ എടുത്തു. അച്ഛൻ രജിസ്റ്ററൊക്കെ തപ്പി നോക്കി. കല്ലറ പണിത ഡേറ്റും അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുമൊക്കെ നോക്കി. റെക്കോർഡുപരമായിട്ട് കല്ലറയിൽ ആരെയും അടക്കിയിട്ടില്ല. എന്നാൽ ഇനി നോക്കാമല്ലോ. SI എണീറ്റു. ഒപ്പം അച്ഛനും ഇറങ്ങി. എല്ലാവരും മുറ്റത്തു വന്നു. ഫാദർ സേവ്യർ തോമസ് കണ്ടു ടാക്സിക്കരിയിൽ നിൽക്കുന്ന പെൺകുട്ടിയെ. രാവിലെ ഒരു കുമ്പസാരക്കൂട്ടിൽ വെച്ച് ആ മനുഷ്യൻ പറഞ്ഞ പെൺകുട്ടിയാണോ ഇത്? ജീവൻ കൊടുത്ത് സ്നേഹിച്ച് വളർത്തിയ പെൺകുട്ടി, മകൾ ഐവി മോൾ. ഫാദറിൻ്റെ മനം പറഞ്ഞു. കുട്ടി, നീ ചെയ്യുന്നത് എന്തെന്ന് നീ അറിയുന്നില്ല. നിന്നോട് ദൈവം പുറത്തു തരട്ടെ. എല്ലാവരും സെമിത്തേരിയിലെത്തി. കുളത്തുങ്കൽക്കാരുടെ കല്ലറയ്ക്ക് മുൻപിൽ നിന്ന് പരാതിയിൽ പറഞ്ഞ കല്ലറ കണ്ടെത്തി. മെല്ലെ ആ സ്ലാബ് നീക്കാൻ നടപടികൾ എടുത്തു. കോൺസ്റ്റബിൾമാർ തന്നെ അലവാങ്കിന് കുത്തി നീക്കി സ്ലാബ് മാറ്റി. ഫാദറും ഫെർണാണ്ടസും SIയും ഒക്കെ എത്തി നോക്കി. ഒപ്പം നിന്നിരുന്ന ഐവിയും.
ഐവി വല്ലാതെ നടുങ്ങിത്തിരിച്ചു. അവൾ ഒരിക്കൽ കൂടി നോക്കി, വീണ്ടും ഒന്നുകൂടി നോക്കി. സിരകൾ മരവിച്ച മട്ടിൽ അവൾ തളർന്നു നിന്നു. കാരണം ആ കല്ലറയ്ക്കകം ശൂന്യമായിരുന്നു. ശൂന്യം. ഫാദർ സേവ്യർ തോമസ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു പോയി. എന്തുകൊണ്ടോ അതിനകം ശൂന്യമായി കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആശ്വാസമായത്. ഒരുപക്ഷെ രാവിലെ കണ്ണീരോടെ ഒരാൾ തെറ്റ് ഏറ്റുപറഞ്ഞപ്പോൾ ഫാദറിൻ്റെ ഹൃദയം ആർദ്രമായി പോയിരിക്കണം. പക്ഷെ ഫാദർ ഓർത്തു, കൃത്യമായി ഇതിനുള്ളിൽ ഇട്ടു എന്ന് തന്നെയാണല്ലോ തന്നോട് പറഞ്ഞിരുന്നതും. അപ്പോൾ പിന്നെ ആ ശരീരാവശിഷ്ടം എവിടെ? അതോ മറ്റേതെങ്കിലും കല്ലറയ്ക്കുള്ളിലാണോ ഇട്ടത്? ആവോ, കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ ഉണ്ടായില്ല എന്നതാണല്ലോ സത്യവും. എന്തു തന്നെയായാലും ഫാദർ വിശ്വസിച്ചു. ഇതിനുള്ളിൽ ഇല്ലല്ലോ. ഐവി കപ്പ്യാരെ നോക്കി, കപ്പ്യാർ തോമസിനെ നോക്കി, തോമസ് ഇരുവരെയും നോക്കി. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കൃത്യമായും കണ്ടതാണ് ഇതിനുള്ളിൽ. കൊണ്ടുവന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ശരീരം ഇട്ടതായിരിക്കണം. ഒരു വശം ചെരിഞ്ഞ് ഭിത്തിമേൽ ചാരിയിട്ടതുപോലെയായിരുന്നു ആ അസ്ഥികൂടം കാണപ്പെട്ടത്. കൃത്യമായി മൂവരും അത് ഓർക്കുന്നു. ഇത്രയും സമയത്തിനുള്ളിൽ ആരും അറിയാതെ ആരത് നീക്കം ചെയ്തു? അതും തങ്ങൾ അത് കണ്ടതിന് ശേഷം. ഐവി സംശയിച്ചു. പപ്പയാണോ? ആവില്ല. മറ്റാരെയെങ്കിലും കൂട്ടി അത് ചെയ്യാൻ പറ്റില്ല. ആ കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധ്യമല്ല താനും. മാത്രമല്ല രാവിലെ കണ്ടതല്ലേ, ഏറ്റവും ക്ഷീണിച്ചും തളർന്നുമാണ് കണ്ടത്. ഇനി ഫ്രഞ്ചിയുടെ ഫാദറാണോ? ഐവി മുഖം തിരിച്ചു നോക്കി. ഫെർണാണ്ടസ് എസ് ഐ ചന്ദ്രമോഹനെ നോക്കുകയായിരുന്നു. ഇരുവരും ചെറുതായൊന്ന് തലയനക്കി. എസ് ഐ ചന്ദ്രമോഹനും കോൺസ്റ്റബിളും കൂടിയായിരുന്നു ആ അവശിഷ്ടം നീക്കിയത്. 3:30 മണിക്ക് ശേഷം. ഫോണിലൂടെ ഫെർണാണ്ടസിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു പെട്ടിക്കുള്ളിലാക്കി ആ അസ്ഥികൂടം സ്റ്റേഷനിലെ സ്റ്റോർ മുറിയിൽ വെച്ചിരിക്കുകയാണ്. ഫെർണാണ്ടസ് കണ്ണ് കാട്ടി. ചന്ദ്രമോഹൻ വീണ്ടും തലയനക്കി. ആ 2 സംജ്ഞകളും ഐവി കണ്ടു. അവൾക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടായി. ഇവർ രണ്ടുപേരുമാണ് കള്ളപ്പണി ചെയ്തത്. ഐവിക്ക് കഠിനമായ ദുഃഖം തോന്നി. താൻ ആദ്യം തന്നെ ഈ എസ് ഐയെ വിശ്വസിച്ചു. എല്ലാം തുറന്നു പറഞ്ഞതാണ് പ്രശ്നമായത്. അയാൾ ഈ കടുവ ഫെർണാണ്ടസിൻ്റെ ആളായിരുന്നു. കഷ്ടം. അവളുടെ മുഖം കുനിഞ്ഞുപോയി. ഹേയ് ഐവി ചെറിയാൻ, എവിടെ നിങ്ങൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വസ്തു? എസ് ഐ ചോദിച്ചു. കല്ലറ ഇതല്ലെന്നുണ്ടോ? അതെ, ഇത് തന്നെയാണ്. ഐവി ആകെ വിയർപ്പിൽ കുളിക്കുകയാണ്. ഇത്തരം ഒരു ഭവിഷ്യത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. താൻ കളിച്ചത് ഒരു ഡിവൈഎസ്പിക്കും ജഡ്ജിക്കും എതിരായാണ്. എന്തും ചെയ്യാൻ സ്വാധീനമുള്ള 2 പേർ. അവിടെയാണ് തൻ്റെ പരാജയം. ഇത് തന്നെയെങ്കിൽ വസ്തു എവിടെ? ഐവിക്ക് നാവ് താണു. എന്താണ് മിണ്ടാത്തത്? എസ് ഐ ഗൗരവത്തിലായി. ഐവിയുടെ ഭാവം ദയനീയമായി. നിങ്ങൾ തമാശ കാട്ടിയതാണോ? അല്ല, അത് ആരോ മാറ്റി, അവൾ പറഞ്ഞു. മാറ്റി? എസ് ഐ ചോദിച്ചു. ആര്? അതറിയില്ല. കല്ലറ മാറിപ്പോയതാണോ? അല്ല, ഇത് തന്നെയാണ്. ഇതിലാണ് ഞങ്ങൾ കണ്ടത്. ഐവി സ്വയമറിയാതെ പറഞ്ഞുപോയി. ഞങ്ങളോ? ആരൊക്കെ? എസ് ഐ ചാടി വീണു. അയ്യോ! ഐവി നിലവിളിച്ചു പോയി. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ കണ്ടത്. ഒറ്റയ്ക്ക് കണ്ടു? എന്ത് കണ്ടു? അസ്ഥികൂടം. എപ്പോ? രാത്രിയിൽ, കഴിഞ്ഞ രാത്രിയിൽ. അപ്പോൾ രാത്രിയിൽ ഐവി ഒറ്റയ്ക്ക് വന്ന് കല്ലറ തുറന്ന് കണ്ടു. അതെ. എന്നിട്ട് അതുപോലെ അടച്ചു വെച്ചു. ആ അതെ, ഒറ്റയ്ക്ക്. ഐവി ആകെ ഭയന്നു വിറച്ചു. എല്ലാവരും അവളെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. അവൾക്ക് ആകെ തളരുന്നത് പോലെ തോന്നി. ശരി, ഇതാ ഈ സ്ലാബ് നീക്കി വെച്ച് കുഴി മൂടിയേക്ക്, കാണട്ടെ. അവൾ കൂടുതൽ വിരണ്ടു. നിന്നോടല്ലേടി പറഞ്ഞത് കുഴി മൂടിക്കാട്ടടി. നീങ്ങി നിൽക്കടി അങ്ങോട്ട്. എസ് ഐ ഒരലർച്ച. ഐവി ബോധം കിട്ട് താഴെ വീണു. അയ്യോ മോളെ. തോമസ് അവളെ താങ്ങി എണീൽപ്പിക്കാൻ ശ്രമിച്ചു. രാവിലെ ഒരുങ്ങി ഇറങ്ങിയതാണ് 10 തയ്യൽ മെഷീൻ വാങ്ങാൻ. അതുമാത്രം ഇതുവരെ നടന്നിട്ടില്ല. ഇതാ പെങ്കൊച്ചു ബോധം കെട്ട് കിടക്കുന്നു. കഷ്ടം. നാളെയും സമയമുണ്ടല്ലോ. തോമസ് അവളെ കാറിൻ്റെ അടുത്തേക്കൊന്ന് നടത്താൻ ശ്രമിച്ചു. എസ് ഐ കണ്ണ് കാട്ടി. ഒരു കോൺസ്റ്റബിൾ കൂടി തോമസിനെ സഹായിച്ചു. ഒരു വിധത്തിൽ ഐവിയെ ടാക്സിക്കുള്ളിൽ ഇരുത്തി ടാക്സി വിട്ടു. സോറി ഫോർ ദ ട്രബിൾ ഫാദർ, എസ് ഐ ഫാദർ സേവ്യർ തോമസിനോട് പറഞ്ഞു. സാരമില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ. കുളത്തിങ്കൽക്കാരോടൊന്ന് പറയേണ്ടതായിരുന്നു. സാരമില്ല, ഇനി ഞാൻ പറഞ്ഞോളാം. കുളത്തിങ്കിലെ ജേക്കബ് മര്യാദക്കാരനാണ്. പിള്ളേരിത്തിരി ചുണ്ടിക്കാരാണ്. എന്നാലും സാരമില്ല. പിന്നെ പൊളിച്ചത് ജേക്കബിൻ്റെ താവഴിയിലേതല്ലല്ലോ. ആകട്ടെ, ഇനി എന്താ ചെയ്യുക? ഫാദർ ചോദിച്ചു. ആ കുട്ടി ഒരു പരാതി തന്നു. 18 വർഷം മുമ്പ് അവളുടെ അപ്പനെ കൊന്നി കല്ലറയ്ക്കുള്ളിൽ ഇട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടത്രേ. എന്താ അങ്ങനെ തോന്നാൻ? ആവോ, അതിന് ചോദ്യം ചെയ്ത് മനസ്സിലാക്കണം. മാത്രമല്ല, ഇനിയിപ്പോൾ പരാതിക്ക് എന്താ പ്രസക്തി? ചെറിയാനെന്ന് പറഞ്ഞയാൾ മരിച്ചതല്ല, ഒളിച്ചോടിയത് തന്നെ. അയാൾ ഇപ്പോഴും എവിടെയോ ജീവിക്കുന്നുണ്ടാകും. എല്ലാം പിതാവ് കാണുന്നു, അറിയുന്നു. ഫാദർ അങ്ങനെ പറഞ്ഞ് കുരിശു വരച്ചു.
കപ്യാർ കുര്യച്ചൻ അപ്പോഴും അമ്പരന്ന് നിൽക്കുകയാണ്. SI അയാളെ രൂക്ഷമായി ഒന്നുകൂടി നോക്കി. കപ്യാർ വിരണ്ടുപോയി. പോകാം സാർ. നിശബ്ദനായി നിൽക്കുകയായിരുന്ന ഫെർണാണ്ടസിനോട് SI പറഞ്ഞു. ഓക്കെ. ഫെർണാണ്ടസ് നടന്നു. ഒപ്പം SIയും കോൺസ്റ്റബിൾമാരും. സ്റ്റേഷനിൽ വെച്ച് പിരിയാൻ നേരം ഫെർണാണ്ടസ് SIയെ മാറ്റി നിർത്തി പറഞ്ഞു. മിസ്റ്റർ ചന്ദ്രമോഹൻ, നിങ്ങൾ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. രണ്ടുപേരുടെ മാനമാണ് നിങ്ങൾ രക്ഷിച്ചത്, ഒരുപക്ഷെ ജീവിതങ്ങൾ തന്നെ. ചന്ദ്രമോഹന് ജന്മനാട്ടിലേക്ക് ട്രാൻസ്ഫർ വേണമല്ലേ? ഉടൻ ശരിയാക്കാം. അപ്പോൾ നമ്മൾ ഒരേ സ്ഥലത്താകും. ഒരു റിട്ടയർമെൻറ്റ് വേക്കൻസി ഉണ്ടാകും. വളരെ നന്ദിയുണ്ട് സാർ. SI കൈകൂപ്പി. നന്ദിയൊക്കെ ഞാൻ അങ്ങോട്ട് തരേണ്ടതല്ലേടോ. പിന്നെ ഒരു കാര്യം, IVയെ ശ്രദ്ധിച്ചോളുക. അവൾ ചാടിപ്പോകരുത്, സാഹസം ഒന്നും കാട്ടുകയും ചെയ്യരുത്. ഏറ്റവും ശ്രദ്ധ വേണം. ശരി സാർ. പിന്നെ ഈ പെട്ടി ഞാൻ കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ ബാധ്യത തീരുമല്ലോ. SI സലാം വെച്ചു. സലാം മടക്കി ഫെർണാണ്ടസ് കാറിൽ കയറി. കാർ നീങ്ങി. കാറിനുള്ളിൽ ഫെർണാണ്ടസ് ഇരുന്നു, ഒപ്പം പെട്ടിയും. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഫെർണാണ്ടസ് നോക്കി. 18 വർഷം മുമ്പ് ശല്യം തീരാൻ വേണ്ടി കല്ലറയിൽ ഒളിപ്പിച്ച ഈ മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ എത്ര യാദൃശ്ചികമായിട്ടാണ് കുറേ പേരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയത്, ജീവിതം തന്നെ തകർത്തത്. ഈ അവശിഷ്ടം ആർക്കും കണ്ടെടുക്കാനാവാത്ത വിധത്തിൽ നശിപ്പിച്ചു കളഞ്ഞാൽ തകർന്നുപോയ ജീവിതങ്ങൾ ഒന്നിക്കുമോ? ഒന്നിക്കണം, ഒന്നിപ്പിക്കണം. അതിന് തൻ്റെ ചുമതലയിലായിരിക്കുന്നു. മകൻ്റെ സങ്കടം മാത്രമല്ല, ജഡ്ജി ജോൺ ഫ്രാൻസിസ് തനിക്ക് ഒരു കാലത്ത് ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. ഫെബിയുടെയും ക്ലാരയുടെയും വേർപാടുണ്ടാക്കിയ മുറിവിൽ വേദനയുണ്ട് ഇന്നും. പക്ഷേ അതിനു മുൻപോ ഓർക്കേണ്ടുന്ന പലതുമുണ്ട്. കോണാട്ടുകരയിലെ വഴിയോരത്തൊരിക്കൽ രാത്രിയിൽ സ്കൂട്ടർ ആക്സിഡൻറ്റിൽ വീണ് കിടന്ന തന്നെ കണ്ടെടുത്ത് ഹോസ്പിറ്റലിലാക്കിയത് ജോണാണ്. 8-10 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ അന്ന് ഈ ലോകത്തു നിന്നും വിട പറയേണ്ടി വരുമായിരുന്ന ഫെർണാണ്ടസ് എന്ന മനുഷ്യന് വേണ്ടി സ്വന്തം ശരീരത്തിലെ രക്തം വേണ്ടുവോളം ഊറ്റി തന്നവനാണ് ജോൺ. ശരിക്കു പറഞ്ഞാൽ ആ മനുഷ്യന് രക്തമാണ് തൻ്റെ ജീവൻ നിലനിർത്തിയത്. എന്നിട്ടും പരസ്പരം പിണങ്ങി അകന്നു. അല്ല, ജോൺ പിണങ്ങിയിട്ടില്ല, താനാണ് അകന്നത്. എവിടെ വെച്ച് കാണുമ്പോഴും ആ മുഖം തനിക്ക് നേരെ തിരിയുമായിരുന്നു. ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുമായിരുന്നു. തല വെട്ടിത്തിരിച്ചിരുന്നത് താനാണ്. എന്നാലും ഇത്രയ്ക്കൊന്നും കരുതിയിരുന്നില്ല. ഒളിച്ചു നിന്ന് പെണ്ണ് കേട്ടതുകൊണ്ടാണ് തൻ്റെ കണക്കുകൂട്ടൽ പിഴച്ചത്. വിവാഹത്തിന് സമ്മതമല്ലെന്ന് മകനോട് പറയുക, വിവാഹം നടത്താതിരിക്കുക, അതുവഴി ഒടുവിൽ ജോണിനെ തൻ്റെ മുൻപിൽ കൊണ്ടുവരിക, തൻ്റെ കാല് പിടിപ്പിക്കുക. ഇത്രയുമേ കണക്ക് കൂട്ടിയിരുന്നുള്ളൂ. പക്ഷെ തുടക്കത്തിലേ പിഴച്ചു. ഇനിയിപ്പോൾ സാരമില്ല. ഒരിക്കൽ പിഴച്ചുപോയ കണക്കാണ് ഈ പെട്ടിക്കുള്ളിൽ. കുറേ വിറകിൻ കഷ്ണങ്ങൾ കൂട്ടിയിട്ട് അതിനുള്ളിലേക്കിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞാൽ എന്നേക്കുമായി അവസാനിക്കാവുന്ന ഒരു ശല്യം. ഫെർണാണ്ടസ് വീണ്ടും പെട്ടി നോക്കി. ചന്ദ്രമോഹൻ്റെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ തീർച്ചയായും പ്രശ്നമാകുമായിരുന്നു താനും. ഫെർണാണ്ടസ് കാർ പറപ്പിച്ചു വിട്ടു. SI ചന്ദ്രമോഹൻ്റെ ജീപ്പ് തോമസിൻ്റെ വീട്ടുപടിക്കൽ എത്തുമ്പോഴേക്കും IV ക്ഷീണമൊക്കെ തീർത്ത് ധൈര്യം വീണ്ടെടുത്തിരുന്നു. എന്നാലും അവളുടെ ഉത്സാഹം കെട്ടിരുന്നു. യാതൊരു തെളിവും തൊണ്ടിയുമില്ലാതെ ഇനി എന്തു ചെയ്യും? അവൾക്ക് സങ്കടമാണ് ഉണ്ടായത്. SIയെ നേരിടാൻ തന്നെ ആകെ ഒരു വിഷമം. ചമ്മൽ. മിസ് IV ചെറിയാൻ, ഞാൻ നിങ്ങൾക്ക് അനുവദിച്ച സമയത്തിൽ ഏതാനും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ആ മണിക്കൂറുകൾ നിങ്ങൾക്ക് വിട്ടുതരണോ അതോ ഇപ്പോഴേ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കണോ? SI ഗൗരവത്തിൽ ചോദിച്ചു. എന്നെ കസ്റ്റഡിയിൽ എടുത്താലും പുറത്തു വിട്ടാലും ഫലം ഒന്നാണല്ലോ സാർ, IV പതിയെ പറഞ്ഞു. മനസ്സിലായില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ സാർ കൃത്യമായി അറിഞ്ഞിരുന്നു അല്ലേ? IV ചോദിച്ചു. SI ഒന്നൂറ് ചിരിച്ചു. അതുകൊണ്ട് തന്നെ ആ കല്ലറയ്ക്കുള്ളിൽ നിന്നും തൊണ്ടി സാധനം മാറ്റാൻ കഴിഞ്ഞു. എന്നെ വിഡ്ഢിയാക്കി. IVക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടായി. SI ചന്ദ്രമോഹൻ ചുറ്റുപാടും ഒന്ന് നോക്കി. താഴെ ഒരു സ്റ്റൂളിന് മുകളിൽ IVയുടെ ബാഗ്. പെട്ടെന്ന് അതെടുത്ത് തുറന്നു. അതിനുള്ളിൽ അപ്പോഴും ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ട്. അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കി. ആ, എൻ്റെ സുപ്പീരിയർ ഓഫീസറുടെ ഉത്തരവ് നടപ്പാക്കേണ്ടത് എൻ്റെ ചുമതലയായിരുന്നു. കൈക്കൂലി വാങ്ങിയല്ലേ? എത്രയായിരം പ്രതിഫലം വാങ്ങി? SI ക്രുദ്ധനായി നോക്കി. IV കൂസാതെ തൻ്റെ ബാഗ് തുറന്നു കാട്ടി. ഇനി 1,40,000 രൂപ ഇതിലുണ്ട്. എത്ര വേണമെങ്കിലും തരാമായിരുന്നല്ലോ. 10,000 കൊടുത്തോ ആ കപ്പ്യാർക്ക്? SI ചോദിച്ചു. IV ഒന്നുകൂടി ചമ്മി. 10,000 അല്ലേ പോയുള്ളൂ? 20,000 സാറിന് തരാമായിരുന്നല്ലോ. ഒരാളെ നശിപ്പിക്കാൻ പണം വാങ്ങുന്നതിലും എനിക്കിഷ്ടം മറ്റൊരാളെ രക്ഷിക്കാൻ വാങ്ങുന്നതാണ്. ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ പണം മാത്രം മതിയെങ്കിൽ ഈ ലോകത്ത് ആർക്കും എന്തും ചെയ്യാമല്ലോ സാർ. IV, കുട്ടിയെ കണ്ട നിമിഷം മുതൽ ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നതും ക്ഷമിച്ചു നിൽക്കുന്നതും മറുപടി പറയുന്നതും പരിപൂർണമായി എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്നതും എൻ്റെ മര്യാദ കൊണ്ടോ IVയെപ്പോലൊരു പെണ്ണിനോടുള്ള ഭ്രമം കൊണ്ടോ അല്ല. നിങ്ങളെക്കുറിച്ച് DYSP ഫെർണാണ്ടസ് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് മാത്രം.
അങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ ക്ഷമ പൂർണ്ണമായും തീർന്നിരിക്കുന്നു. ഇനി ഒരക്ഷരം മിണ്ടണ്ട. കയറ് വണ്ടിയിലേക്ക്. അതിന് വനിതാ പോലീസ് വരട്ടെ, പെട്ടെന്ന് അവൾ പറഞ്ഞു. വനിതാ പോലീസ് ഇല്ലാതെ വരുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എസ് ഐ അവളുടെ കയ്യിന്മേൽ കടന്നു പിടിച്ചു. ഐവി സ്തംഭിച്ചു പോയി. തോമസും മറ്റുള്ളവരും. അതുവരെ കണ്ട സഹൃദയനായിരുന്നില്ല എസ് ഐ ചന്ദ്രമോഹൻ. ആ പ്രത്യേക നിമിഷത്തിൽ ഐവി കണ്ടു, വഴിയിൽ കാർ നിർത്തി ഇറങ്ങി വരുന്ന ഒരു ദൈവദൂതനെ. ഫ്രിഞ്ചി സ്തംഭിച്ച് നിന്നുപോയി ഒരു നിമിഷം. എന്നിട്ടേ ഫ്രിഞ്ചിക്ക് അനങ്ങാൻ കഴിഞ്ഞുള്ളൂ. ഐവി, ഒരാഴ്ചയിലധികം എല്ലാവരിൽ നിന്നും ഒളിച്ചു നിന്നിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവൾ, അവളെ കണ്ടെത്തുന്നതോ അന്യനൊരുവൻ. അതൊരു എസ് ഐ അല്ലായിരുന്നുവെങ്കിൽ. നോവൽ നാളെ തുടരും.